എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രത്തിലെ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനിയൻകുട്ടന് ഹോസ്പിറ്റലിൽ വെച്ച് ഓർമ്മ തിരിച്ച് കിട്ടുകയാണ്. അതിനുശേഷം ഡോക്ടർ വന്ന് പറയുന്നു വിക്രത്തിനെയും വേദയും കാണണമെന്ന് അനിയൻകുട്ടൻ പറയുന്നുണ്ടെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അനിയൻകുട്ടനെ കാണാനായിട്ട് റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. വിക്രത്തിനെ കാണുന്നതും അനിയൻകുട്ടൻ നല്ലോണം കരയുന്നുണ്ട്. അനിയൻകുട്ടനോട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാ അനിയൻകുട്ട നീ കരയുന്നത്? എന്തു പറ്റി നിനക്ക്? എത്രയോ ദിവസം കൊണ്ട് ഞങ്ങൾ നിനക്ക് കാവലിരിക്കുകയാണ്. എന്താ നിനക്ക് സംഭവിച്ചത്? സത്യം പറ, പുളിക്കൻ്റെ മരണത്തിന് ആരാ കാരണം? നീയല്ലേ അന്ന് ഐ വീക്ക്നെസ് ആയിട്ടുണ്ടായിരുന്നൊക്കെ ചോദിക്കും. അങ്ങനെ അനിയൻകുട്ടൻ പേടിച്ച് വിറച്ചായിരിക്കുന്നത്. പറ അനിയൻകുട്ട, എന്താ പറ്റിയെന്ന് വേദയും ചോദിക്കുന്നുണ്ട്. അത് പുളിക്കനെ കൊന്നത് വേദയുടെ ചേട്ടൻ ശ്രീകാന്താണെന്ന് പറയും. ശ്രീയേട്ടനാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് തന്നെ അപ്പോൾ വരുണിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണവും ശ്രീകാന്താണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. വേദ പറയും അയാളായിരിക്കും ഇതിനെല്ലാം കാരണമെന്ന് വേദ തന്നെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അനിയൻകുട്ടൻ പറയും, നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം. അന്ന് ശ്രീകാന്ത് ആ കത്തിയൂരി മാറി പുള്ളിക്കാരനെ കുത്തുന്നത് ഞാൻ കണ്ടതാണ്. വരുണിൻ്റെ കൊലപാതകത്തിലും ചിലപ്പോൾ ശ്രീകാന്തിന് എന്തെങ്കിലും പങ്ക് കാണുമെന്നും അനിയൻകുട്ടൻ പറയുന്നുണ്ട്. ശരി, നീ റെസ്റ്റ് എടുക്കുമെന്ന് പറയും. അതിനുശേഷം അനിയൻകുട്ടൻ്റെ അടുത്ത് കിടന്നോളാൻ പറയും. പുറത്തിറങ്ങി വേദയും വിക്രവും കൂടി സംസാരിക്കുകയാണ്. ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അച്ഛനെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജഡ്ജി സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡ്ജി സാറ് മുമ്പേ ശ്രീകാന്തിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്ക് ശ്രീകാന്തിനുണ്ടെങ്കിൽ പിന്നെ ശ്രീകാന്ത് ആ വീട്ടിൽ കാണത്തില്ലെന്ന്. ഇതിനെല്ലാം കാരണം വർഷയുടെ അച്ഛൻ ചന്ദ്രശേഖരക്കുറുപ്പും കൂടിയാണെന്നുള്ള സംശയവും വേദയ്ക്കുണ്ടായിരുന്നു. ദീപ്തിയും വരുണും തമ്മിലുള്ള വിവാഹത്തിന് ശക്തമായ എതിർപ്പ് ശ്രീകാന്തിനുണ്ടായിരുന്നു. ജാതിയുടെയും സാമ്പത്തികമായിട്ടുമൊക്കെ നല്ല എതിർപ്പ് ശ്രീകാന്തിനുണ്ടെന്നുള്ള കാര്യം വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ കൊലപാതകത്തിലും അയാൾക്ക് നല്ല പങ്കുണ്ട്. ഒന്നി അയാൾ നേരിട്ടായിരിക്കും ഇത് ചെയ്തത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുൻനിർത്തി അയാൾ ചെയ്യിപ്പിച്ചായിരിക്കും എന്ന് വേദ വിക്രത്തോട് പറയുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം അങ്ങനെ ശങ്കരനാരായണൻ വേദയുടെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. ശരി, ഞാൻ നേരിട്ട് വന്ന് അനിയൻകുട്ടൻ്റെ മൊഴിയെടുക്കാമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ സേഫായിട്ടിരിക്കണം, ഒരു അപകടത്തിലും പോയി ഇനി ചാടരുത്, നമുക്ക് വിക്രത്തിന് എത്രയും പെട്ടെന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ ജഡ്ജി സാറ് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ സേതു അങ്ങോട്ട് വരുന്നത്. സേതു അവരുടെ അടുത്ത് പറയും, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ, അനിയൻകുട്ടന് ഓർമ്മയെല്ലാം തിരിച്ച് കിട്ടി, സത്യങ്ങളെല്ലാം അനിയൻകുട്ടൻ പറഞ്ഞില്ലേ? ആ ശരിയാ സേതു, അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്? ഇന്ന് ഞങ്ങൾ പോകുന്നില്ല, എന്തായാലും ഞങ്ങൾ വന്നത് ശ്രീലക്ഷ്മിയുടെ സന്തോഷിൻ്റെയും ഞാനായിട്ട് മുടക്കിയ വിവാഹത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ നിന്ന് നടത്താൻ പറ്റി, അതൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിവാഹത്തിനൊക്കെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ. എങ്കിൽ നമുക്ക് ഇനി ഗ്രാൻഡായിട്ട് അങ്ങ് ആഘോഷിക്കാമെന്ന് പറയും. അങ്ങനെ അവർ ഡാൻസും പാട്ടുമായിട്ട് വിവാഹം അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ചന്ദ്രശേഖരക്കുറുപ്പും ശ്രീകാന്തും ജോബിയും എല്ലാവരും കൂടി ചേർന്ന് വിക്രത്തിനെയും വേദയെ അന്വേഷിച്ച് വരുന്നത്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും വേദയെ തിരിച്ചു കൊണ്ടുവരണം, വിക്രത്തിനെയും അനിയൻകുട്ടനെ ഇല്ലാതാക്കണം. അനിയൻകുട്ടന് ഓർമ്മ നഷ്ടപ്പെട്ട കാര്യം അവർക്കറിയാം, പക്ഷേ ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം ഒരിക്കലും അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാണ് വരുന്നത്. കാരണം അനിയൻകുട്ടന് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യം അറിഞ്ഞാലും അവരെ കൊല്ലും. സത്യം ആ സമയത്ത് തന്നെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്താണ് പുളിക്കൻ്റെയും വരുണിൻ്റെയും കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യം കോടതിയിൽ പറയും. അതും കൂടി ഒരു ഭയമുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി വിക്രത്തിനെ വേദയെ അന്വേഷിച്ച് ഇടുക്കി രാജാക്കാടോട്ട് വരികയാണ്. അവിടെ വരുന്ന സമയത്ത് അവിടെ കല്യാണാഘോഷമൊക്കെ നല്ലോണം നടക്കുകയാണ്, ഡാൻസും പാട്ടും. അപ്പോൾ ചന്ദ്രശേഖരക്കുറുപ്പ് പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പറ്റത്തില്ല, ആൾക്കാർ മൊത്തം അവരുടെ സൈഡാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്. അങ്ങനെ വലിയൊരു ബംഗ്ലാവിലോട്ട് ഒരു സന്തോഷിൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രീതിയിൽ ഗ്രാൻഡായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. അതിനുശേഷം ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് തിരിച്ച് വിക്രവും വേദയും വീട്ടിലോട്ട് അനിയൻകുട്ടനോട്ട് വരികയാണ്. ആ സമയത്താണ് ചന്ദ്രശേഖരക്കുറുപ്പും ശ്രീകാന്തും ജോബിനും അവരുടെ ഐക്യ ഗുണ്ടകളും എല്ലാവരും ചേർന്ന് വിക്രത്തിനെ വളയുന്നത്. വിക്രത്തിനെ അവർ ഒത്തിരി പേരുണ്ടായിരുന്നു, എല്ലാവരും ചേർന്ന് വിക്രത്തിനെ പിടിച്ചു കെട്ടും. ആ സമയത്ത് വിക്രത്തിൻ്റെ രീതിയിൽ ശക്തമായ രീതിയിൽ ചേർത്ത് നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും അത്ര ആൾക്കാരുടെ മുമ്പിൽ വിക്രത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിക്രത്തിനെ അവർ കയറുകൊണ്ട് കെട്ടി പിടിച്ച് ബന്ദിയാക്കുകയാണ്. അതിനുശേഷം വേദയും പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് അവരെ കെട്ടിയിടും. അനിയൻകുട്ടനെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം അവിടെ വെച്ച് വിക്രത്തിനെയും വേദയെ നല്ലോണം അവർ ഉപദ്രവിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ സേതു അങ്ങോട്ട് വരുന്നത്. സേതു എല്ലാവരെയും അവിടെ വെച്ചൊരു ഫൈറ്റ് നടത്തി സേതു എല്ലാവരെയും അടിച്ചൊതുക്കുകയാണ്. അവിടുന്ന് വേദയും വിക്രത്തിനും രക്ഷിക്കുന്നു. അവിടം വരെയാണ് നമ്മുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ തുടർഭാഗമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.